ഗുഡ് മോർണിംഗ് യൂറോപ്പ് ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. വാരാന്ത്യം യുകെയെ വട്ടം കറക്കും. യാത്രകൾ നേരത്തെയാക്കുക. വാരാന്ത്യത്തിലെ ബാങ്ക് അവധിയും അവധിക്കാല യാത്രകളും കാരണം ഇംഗ്ലണ്ടിലും വെയിൽസിലും റോഡ്, റെയിൽ, ഫെറി ഗതാഗത മേഖലകൾ പൂർണ്ണമായും നിശ്ചലമാകുമെന്ന് മുന്നറിയിപ്പ്. ഇംഗ്ലണ്ടിലെ തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നു. ഏകദേശം 18 ദശലക്ഷം കാർ യാത്രകളും വ്യാപകമായ റെയിൽ എഞ്ചിനീയറിംഗ് ജോലികളും ഗതാഗത തടസ്സമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ ബ്രിട്ടനിലെ അവധിക്കാല യാത്രകൾക്ക് ഈ വാരാന്ത്യത്തിൽ യാത്രാ കാലതാമസം നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിമാനത്താവളങ്ങളിലേക്കും തീരപ്രദേശങ്ങളിലേക്കുമുള്ള പ്രധാന റൂട്ടുകളിൽ കനത്ത ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ഡ്രൈവർമാർ എത്രയും വേഗം പുറപ്പെടണമെന്നും RSC അറിയിച്ചു. ഗതാഗത വിശകലന കമ്പനിയായ ഇൻട്രിക്സ് പറയുന്നതനുസരിച്ച് ബ്രിസ്റ്റലിനും ഡെവണിനും ഇടയിലുള്ള M5 കനത്ത ഗതാഗതം പ്രതീക്ഷിക്കുന്നു. ബ്രിഡ്ജിന് വടക്ക് 15 ജംഗ്ഷനും ബ്രിഡ്ജിന് വാട്ടറിനായി ജംഗ്ഷൻ 23ക്കും ഇടയിലുള്ള ഭാഗത്ത് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും 40 മിനിറ്റിലധികം തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച ഡോവർ അല്ലെങ്കിൽ ഫോക്സ്റ്റോൺ വഴി ചാനൽ ക്രോസിംഗുകൾ നടത്തുന്ന ഡ്രൈവർമാർക്ക് കെന്റിലെ M20യിൽ 30 മിനിറ്റിലധികം കാലതാമസം നേരിടേണ്ടി വരുമെന്നും പ്രതീക്ഷിക്കുന്നു. യാത്ര ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയം വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് ശേഷവും ശനിയാഴ്ച രാവിലെ 9 മണിക്ക് മുമ്പും തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് മുമ്പുമാണ്. ഞായറാഴ്ച ഗതാഗതം കുറവായിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. റെയിൽ യാത്രക്കാർ കനത്ത യാത്രാ വെല്ലുവിളികൾ നേരിടും. നെറ്റ്വർക്കിംഗ് റെയിൽ വാരാന്ത്യത്തിൽ 261 പദ്ധതികൾ നടപ്പിലാക്കുന്നതിനാൽ ചില പ്രധാന റൂട്ടുകൾ എഞ്ചിനീയറിംഗ് ജോലികൾക്കായി അടച്ചിടും. ലണ്ടൻ കിങ്സ് ക്രോസിനും പീറ്റർ ബറോയ്ക്കും ഇടയിൽ ഞായറാഴ്ച ദീർഘദൂര സർവീസുകൾ നിർത്തിവെക്കും. ഇത് കിഴക്കൻ തീരദേശത്തെ മെയിൻ ലൈനായി MNERഉം ലുമോയും വഴി ആംഗ്ലോ സ്കോട്ടിഷ് റൂട്ടുകളെ ബാധിക്കും. അവന്തി വെസ്റ്റ് കോസ്റ്റ് ലണ്ടൻ യൂസ്റ്റണിലേക്കും തിരിച്ചും കുറഞ്ഞ സർവീസ് നടത്തും. ബർഹിംഗ്ഹാം ന്യൂ സ്ട്രീറ്റ് ബർഹിംഗ്ഹാം ഇന്റർനാഷണലിനും ഇടയിൽ ശനിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ ട്രെയിനുകളൊന്നുമില്ല. അവന്തി വെസ്റ്റ് കോസ്റ്റിന്റെയും ക്രോസ് കൺട്രിയുടെയും ബാധിച്ച സർവീസുകൾ വഴിതിരിച്ചുവിടും. ഇത് യാത്രക്കാർക്ക് അധിക സമയമെടുക്കും. ലണ്ടൻ നോർത്ത് വെസ്റ്റേൺ സർവീസുകൾ ബർഹിംഗ്ഹാം ഇന്റർനാഷണലിലേക്കും തിരിച്ചും മാത്രമേ സർവീസ് നടത്തൂ. യൂറോപ്പുകാരെ യുകെയിൽ തടയരുത്. പ്രീ ബ്രെക്സിറ്റ് റെസിഡൻസി സ്റ്റാറ്റസ് അപേക്ഷയിൽ UK ഹോം ഓഫീസ് തീരുമാനമെടുക്കുന്നത് കാത്തിരിക്കുന്ന യൂറോപ്യൻ യൂണിയൻ പൗരന്മാർ ബിസിനസ്, വിനോദം അല്ലെങ്കിൽ കുടുംബകാര്യങ്ങൾക്കായി UKയിൽ നിന്നും വിദേശങ്ങളിലേക്ക് ഒരു ചെറിയ സന്ദർശനം നടത്തുകയാണെങ്കിൽ അവരെ UKയിൽ തിരികെ വരുന്നതിൽ നിന്നും തടയരുതെന്നും യൂറോപ്യൻ യൂണിയൻ പൗരന്മാരുടെ അവകാശങ്ങൾക്കായുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഇൻഡിപെൻഡന്റ് മോണിറ്ററിംഗ് അതോറിറ്റി ഫോർ സിറ്റിസൺസ് റൈറ്റ്സ് എമിഗ്രേഷൻ നിർദ്ദേശിച്ചു. വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള അപേക്ഷകർ UK വിട്ടാൽ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചുള്ള ഗുരുതരമായ ആശങ്കകൾ പ്രകടിപ്പിച്ച് ഇൻഡിപെൻഡൻസ് മോണിറ്ററിംഗ് അതോറിറ്റി ഹോം ഓഫീസിന് കത്തെഴുതി. ബന്ധുക്കളെ കാണാൻ നാട്ടിലേക്ക് പോയതും അവധിക്ക് പോയതുമായ ചിലർ പക്ഷേ മടങ്ങി വരുമ്പോൾ അവർക്ക് UKയിലേക്ക് പ്രവേശനം നിഷേധിച്ചതായി IMA കണ്ടെത്തി. ഹോം ഓഫീസ് നൽകുന്ന സാധുവായ സർട്ടിഫിക്കറ്റ് ഓഫ് ആപ്ലിക്കേഷൻ കൈവശം വെച്ചിരിക്കുന്ന പൗരന്മാർക്ക് യാത്ര ചെയ്യാനുള്ള അവകാശം തെളിയിക്കാൻ വിമാനത്താവളങ്ങളിലോ തുറമുഖങ്ങളിലോ അതിർത്തി സേനാ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകാൻ അവരുടെ രേഖ ഉപയോഗിക്കാമെന്ന് IMA വ്യക്തമാക്കി. സമാധാനത്തിനായി യൂറോപ്യൻ നേതാക്കൾ. സമാധാന കരാർ ചർച്ച ചെയ്യുന്നതിനായി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി നേരിട്ട് ചർച്ച നടത്താൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമ്മതിച്ചതായി വ്യക്തമാക്കിയ ഡൊണാൾഡ് ട്രംപും യൂറോപ്യൻ നേതാക്കളും എന്നാൽ മോസ്കോ കൂടിക്കാഴ്ച സ്ഥിരീകരിച്ചിട്ടില്ല. വൈറ്റ് ഹൗസിൽ ഒരു ദിവസത്തെ നയതന്ത്ര ചർച്ചയ്ക്ക് ശേഷമാണ് ചർച്ചയ്ക്ക് സാധ്യമായ വഴിത്തിരിവ് ഉണ്ടായത്. വെടിനിർത്തൽ സാധ്യമാകില്ല, സമാധാന കരാറാണ് വേണ്ടതെന്നും ട്രംപ് നിലപാടെടുത്തു. അതേസമയം സെലൻസ്കിയും യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട സഖ്യകക്ഷികളും ദീർഘകാല കരാറിന്റെ ഭാഗമായി US പിന്തുണയുള്ള സുരക്ഷാ ഗ്യാരണ്ടികൾക്കായി സമ്മർദ്ദം ചെലുത്തി. കൈവിനുള്ള സുരക്ഷാ ഗ്യാരണ്ടികൾ 10 ദിവസത്തിനുള്ളിൽ ഔപചാരികമാക്കുമെന്നും US ഉറപ്പു നൽകിയതായും ചർച്ചകൾക്ക് ശേഷം ഉക്രൈനിയൻ പ്രസിഡന്റ് വ്യക്തമാക്കി. സെലൻസ്കി ട്രംപിനെ കാണാനെത്തിയത് അംഗരക്ഷകർക്കൊപ്പം. വാഷിംഗ്ടണിൽ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ ബോഡിഗാർഡായി യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ചർച്ചയ്ക്കായി മുഴുവൻ സമയം ചെലവഴിച്ചു എന്നായിരുന്നു ചർച്ചകളെപ്പറ്റി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഉക്രൈനിയൻ പ്രസിഡന്റിനുള്ള പിന്തുണ പ്രകടിപ്പിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപുമായുള്ള വ്ളാഡിമിർ സെലൻസ്കിയുടെ കൂടിക്കാഴ്ചയ്ക്കായി യൂറോപ്യൻ നേതാക്കൾ തിങ്കളാഴ്ച വാഷിംഗ്ടൺ ഓവൽ ഓഫീസിൽ ഒത്തുകൂടി. മോസ്കോയ്ക്ക് തർക്ക പ്രശ്നം കൈമാറുന്നത് ഉൾപ്പെടുന്ന ഒരു റഷ്യൻ അനുകൂല സമാധാന പദ്ധതി അംഗീകരിക്കാൻ ട്രംപ് സെലൻസ്കിയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന സൂചനകൾക്കിടയിലാണ് യൂറോപ്യൻ നേതാക്കളുടെ സാന്നിധ്യം ശ്രദ്ധേയമായത്. ഫെബ്രുവരിയിൽ സെലൻസ്കിയുടെ ഓവൽ ഓഫീസ് സന്ദർശനത്തിനിടെ അദ്ദേഹത്തിന് ട്രംപിൽ നിന്നും നേരിടേണ്ടി വന്ന സങ്കടകരമായ ദുരനുഭവങ്ങൾ ഇത്തവണ ആവർത്തിക്കാതിരിക്കാനായിരുന്നു അംഗരക്ഷകരായി യൂറോപ്യൻ നേതാക്കളെത്തിയത്.
യൂറോപ്യൻ യൂണിയൻ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ട്, യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയൻ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, ഫിൻലാൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബൽ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, ജർമ്മൻ പ്രസിഡന്റ് ഫെഡറിക് മെർസ്, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയ എന്നിവരായിരുന്നു ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ സെലൻസ്കിയുടെ അംഗരക്ഷകരായി എത്തിയത്. UK-യിൽ പാൽക്കാരനുമില്ല, ചാണകം വാരാനും ആളില്ല, പശു വളർത്തുന്നവരുമില്ല. ബ്രെക്സിറ്റും മഹാമാരിയും മൂലം രൂക്ഷമായ ദീർഘകാല തൊഴിലാളികളുടെ ക്ഷാമം UK-യുടെ ഭക്ഷ്യസുരക്ഷയെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടെന്ന് ക്ഷീര കർഷകർ മുന്നറിയിപ്പ് നൽകുന്നു. UK-യിലെ ഏറ്റവും വലിയ ക്ഷീര സഹകരണ സ്ഥാപനവും ലൂർപാക്ക്, ക്രാബൻഡേൽ ബ്രാൻഡുകളുടെ ഉടമയുമായ ആർല നടത്തിയ ക്ഷീര ഉൽപാദകരുടെ സർവേ പ്രകാരം തൊഴിലാളികളെ അന്വേഷിച്ച് 6 കർഷകരിൽ 5 പേർ വീതം തങ്ങളുടെ ജോലി ഒഴിവുകളിലേക്ക് യോഗ്യതയുള്ള ആളുകളിൽ നിന്നും വളരെ കുറച്ച് അപേക്ഷകൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എങ്കിലും അല്ലെങ്കിൽ ആരും അപേക്ഷിക്കാൻ മുതിർന്നില്ല എന്ന് പറഞ്ഞു. ആർലയിലെ 1900 ബ്രിട്ടീഷ് ക്ഷീര കർഷകരുടെ 5ാം വാർഷിക വോട്ടെടുപ്പ് ശരിയായ വൈദഗ്ധ്യവും പരിചയമുള്ള തൊഴിലാളികളെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ പാഴാകുന്നതിനായി ചൂണ്ടിക്കാട്ടി. 2021-ൽ 79% കർഷകരും ഈ പ്രശ്നം എടുത്തു കാണിച്ചിട്ടുണ്ട് എങ്കിലും ഈ വർഷം അത് 84%-ആയി ഉയർന്നു. ഹാഗ്നേയിൽ 9 വയസ്സുകാരിക്ക് വെടിയേറ്റ സംഭവത്തിൽ ടർക്കിഷ് പൗരൻ കുറ്റക്കാരൻ. ഈസ്റ്റ് ലണ്ടനിലെ ഹാഗ്നയിൽ റെസ്റ്റോറന്റിൽ കുടുംബത്തിനൊപ്പം ഭക്ഷണം കഴിക്കാനെത്തിയ 9 വയസ്സുകാരിയായ മലയാളി പെൺകുട്ടിക്ക് വെടിയേൽക്കാൻ ഇടയാക്കിയ ഗുണ്ട ആക്രമണത്തിൽ പ്രതിയായ ടർക്കിഷ് പൗരൻ കുറ്റക്കാരനെന്ന് ലണ്ടൻ ഓൾഡ് ബെയിലി കോടതി കണ്ടെത്തി. കുപ്രസിദ്ധമായ ടർക്കിഷ് ഗ്യാങ് പോരാട്ടത്തിന്റെ ഭാഗമായി നടന്ന ആക്രമണത്തിൽ മെട്രോപൊളിറ്റൻ പോലീസിന് പ്രതികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ എത്തിക്കാനായതോടെ സംഭവം നടന്ന് 14 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കോടതി വിധി വരികയായിരുന്നു. ദിവസങ്ങളോളം പ്രതികളെക്കുറിച്ച് സൂചന പോലും കിട്ടാതിരുന്ന പോലീസ് കൃത്യമായ വിവരങ്ങൾ നൽകുന്നവർക്ക് 15,000 പൗണ്ട് പ്രതിഫലം പ്രഖ്യാപിച്ചിരുന്നു. അക്രമികളിൽ ഒരാളായ ജാവോൺ റിലെ എന്ന 33-കാരൻ ഉതിർത്ത 6 വെടിയുണ്ടകൾ ഒന്നാണ് പെൺകുട്ടിയെ പരിക്കേൽപ്പിച്ചത് എന്ന് കോടതിയിൽ പ്രോസിക്യൂഷനെ തെളിയിക്കാനായതോടെയാണ് ഇയാൾ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയത്. പെൺകുട്ടിക്ക് വെടിയേറ്റതിനു ഒപ്പം മറ്റു 3 ആളുകൾക്കും വെടിവയ്പിൽ പരിക്കേറ്റിരുന്നു. കഴിഞ്ഞ വർഷം മെയ് 29-ന് രാത്രി 9:30-യോടെയായിരുന്നു റെസ്റ്റോറന്റിൽ വെച്ച് പെൺകുട്ടിക്ക് വെടിയേറ്റത്. മിഡ്ലാൻഡ്സിൽ താമസിക്കുന്ന മലയാളി ദമ്പതികൾ കുട്ടിയടക്കം സ്കൂൾ അവധിക്കാല ആഘോഷത്തിന്റെ ഭാഗമായി ലണ്ടനിലുള്ള സുഹൃത്തുക്കളെ കാണാൻ എത്തിയപ്പോഴായിരുന്നു ദാരുണമായ ആക്രമണത്തിന് ഇരയായത്. വെടിവയ്പിൽ പെൺകുട്ടിയുടെ തലച്ചോറിന് പരിക്കേറ്റതിനാൽ അതിതീവ്ര പരിചരണത്തിലാണ് പെൺകുട്ടി മാസങ്ങളോളം കഴിഞ്ഞത്. സ്പെയിനിൽ പ്രതിഷേധം. സ്പെയിനിൽ 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പ്രശസ്തമായ കന്യാമറിയത്തിന്റെ പ്രതിമ പുനഃസ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾക്കിടയിൽ വൻ പ്രതിഷേധമുയരുന്നു. പുനഃസ്ഥാപിച്ചപ്പോൾ പ്രതിമയുടെ മുഖം പൂർണ്ണമായും മാറിപ്പോയി എന്നാണ് വിശ്വാസികൾ ആരോപിക്കുന്നത്. സ്പെയിനിലെ സെവില്ലിലുള്ള കന്യാമറിയത്തിന്റെ 5 അടി 9 ഇഞ്ച് ഉയരമുള്ള പ്രതിമയായ ലാ മഗ്രിയാനിയെ ജൂണിൽ പതിവ് മിനുക്കുപണികൾക്കായിട്ടാണ് ദേവാലയത്തിൽ നിന്നും പുറത്ത് എത്തിച്ചത്. എന്നാൽ മിനുക്കുപണികൾക്ക് ശേഷം പ്രതിമ തിരികെ എത്തിച്ചപ്പോൾ പ്രതിമയുടെ കൺപീലികൾ നീളമുള്ളതായും നിറത്തിലും ചർമ്മത്തിലും മൂക്കിലും വലിയ തോതിലുള്ള മാറ്റങ്ങൾ കണ്ടു എന്നുമാണ് വിശ്വാസികൾ ചൂണ്ടിക്കാട്ടുന്നത്. വോയിസ് ഓഫ് വയനാട് ഇൻ UK. കേരളത്തിലെ വയനാട് ജില്ലയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് എത്തിയവരുടെ കൂട്ടായ്മയായ വോയിസ് ഓഫ് വയനാട് ഇൻ UK വയനാട് മേപ്പാടി പഞ്ചായത്തിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി സമാഹരിച്ച ധനസഹായം കൈമാറി. വയനാട്ടിലെ മേപ്പാടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജ്യോതി പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്കാണ് തുക കൈമാറിയത്. ധനസഹായം വോയിസ് ഓഫ് വയനാട് ഇൻ UK PRO ബെന്നി വർക്കിയിൽ നിന്നും കൽപ്പറ്റ MLA ടി സിദ്ദിഖ് ഏറ്റുവാങ്ങി. സൊസൈറ്റി പ്രസിഡന്റ് KK കുഞ്ഞഹമ്മദ്, ജോസ് ജോൺ, ഷേബി ജെയിംസ്, ഓസ്റ്റീന ജെയിംസ്, മേപ്പാടി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ B നാസർ, ഗോകുൽദാസ് കോട്ടയിൽ, ബിജി ബേബി, സിസ്റ്റർ തെരേസ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. 1 പൗണ്ട് 117.90 ഇന്ത്യൻ രൂപ. 1 US ഡോളർ 87.30 ഇന്ത്യൻ രൂപ. 1 യൂറോ 101.82 ഇന്ത്യൻ രൂപ. 1 പൗണ്ട് 1.35 US ഡോളർ. 1 കനേഡിയൻ ഡോളർ 63.23 ഇന്ത്യൻ രൂപ. മോർണിംഗ് ന്യൂസ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.